സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യരായി നമ്മളെല്ലാവരും അടയാളങ്ങൾ കാണുവാനായിട്ട് ഇല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ ഈശോയുടെ കാലത്തും ഒത്തിരിയേറെ മനുഷ്യർ അടയാളങ്ങൾ കാണുവാനായിട്ട് ഈശോയുടെ ചുറ്റും കൂടിയിരുന്നു. അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ചില അത്ഭുതങ്ങൾ, ചില അടയാളങ്ങൾ നമുക്ക് ആവശ്യമായി വരുന്നു. എന്നാൽ ഒന്ന് ചിന്തിക്കുക, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അടയാളം അത് ഈശോനാഥനല്ലേ? പരിശുദ്ധ കുർബാനയല്ലേ ഏറ്റവും വലിയ അടയാളം? നമുക്ക് ഈ നോമ്പുകാലത്ത് ചിന്തിക്കാം, എത്രയേറെ ഒരുക്കത്തോടെയാണ് ഈ പരിശുദ്ധ കുർബാനയെ, അടയാളങ്ങളുടെ അടയാളമായ ദൈവസ്നേഹത്തെ, പരിശുദ്ധ കുർബാനയെ നമ്മൾ ഉൾക്കൊള്ളുന്നത്. നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.